ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും പങ്ക് വെളിപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയായി 150 ഗ്രാം സ്വർണവും ഗോവർദ്ധന് 470 ഗ്രാം സ്വർണവും നൽകി. പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റിന് പിന്നാലെയാണ് വിശദാംശങ്ങൾ പുറത്തുവന്നത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ചോദ്യം ചെയ്യാനാണ് നീക്കം. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി, തട്ടിപ്പ് സ്വർണം വാങ്ങിയ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയ സ്വർണത്തിൽ നിന്ന് 150 ഗ്രാം സ്വർണം പണിക്കൂലി ഇനത്തിൽ സ്മാർട്ട് ക്രിയേഷന് കൊടുത്തു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനിൽ നിന്ന് 470 ഗ്രാം സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തു. കേസിൽ ഇവർക്കും പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസമാണ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം ഇനിയും എത്തിയിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. കേസ് അന്വേഷണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപം. ജനം, തിരുവനന്തപുരം.